കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള ഇടുക്കി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്താൽ രാജിവെക്കുമെന്ന മുന്നറിയിപ്പുമായി ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം രംഗത്ത്. പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിനെ ഇക്കാര്യം നേതാക്കൾ നേരിട്ടറിയിച്ചു. തൊടുപുഴ മണ്ഡലത്തിൽ പി ജെ ജോസഫ് തന്നെ മത്സരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 24 ഇലക്ഷൻ ബ്രേക്കിംഗ്. ഇടുക്കി ജില്ലയിലെ മുഴുവൻ കേരള കോൺഗ്രസ് പ്രവർത്തകരും ഈ കാര്യത്തിൽ ആശങ്ക പങ്കുവയ്ക്കുകയാണ്. അത് പി ജെ ജോസഫ് സാറിനെ പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ നേരിട്ടും അല്ലാതെയും ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാണ് ഇരിക്കുന്നത്. സീറ്റിന് വേണ്ടിയിട്ടുള്ള നിർണായകമായ നിലപാടുകൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിലെ പാർട്ടി ചെയർമാൻ MLA ആയിരിക്കുന്ന സീറ്റാണ് തൊടുപുഴ സീറ്റ്. അപ്പോൾ അത് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് അത് മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം മത്സരിക്കണമെന്നതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ആഗ്രഹം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ചേരുകയാണ്. രാഹുൽ, സീറ്റ് വിഭജനം വലിയ കീറാമുട്ടിയാകുന്നതിന്റെ സൂചനകളാണുള്ളത്. ഇപ്പോൾ പി ജെ ജോസഫ് ഗ്രൂപ്പ് പരസ്യമായി തന്നെ രംഗത്തെത്തുകയാണോ? അസിത, അങ്ങനെ തന്നെയാണ്. നിലവിൽ കേരള കോൺഗ്രസ് ജോസഫിന്റെ കൈവശമുള്ള ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കം തകൃതിയായി തന്നെ നടക്കുകയാണ്. അവസാനവട്ട ചർച്ചകൾ വരെ നടന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ കയ്യിലേക്ക് ആ സീറ്റ് എത്തുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ അതിനെ എതിർത്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, തൊടുപുഴയിൽ പി ജെ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മത്സരിക്കും എന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതും സാധിക്കില്ല. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ എന്ന നിലയിൽ പി ജെ ജോസഫ് തന്നെ തൊടുപുഴയിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് കാര്യങ്ങളിൽ ഉണ്ടാകുന്നു. ഒന്ന്, ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള കാര്യത്തിലും അതുപോലെ തന്നെ തൊടുപുഴയിൽ ജോസഫ് മാറി നിൽക്കുന്നു എന്ന വാർത്തയിലുമാണ് ഈ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉയർന്ന തലത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ആ സീറ്റ് എടുത്താൽ മാത്രമേ ഇടുക്കിയിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവകാശവാദം. എന്നാൽ അങ്ങനെയല്ല. കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. UDFന് ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള അവകാശവാദം കേരള കോൺഗ്രസ് ജോസഫും മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിലെ ആൾ തന്നെ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.